എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 10 ശ്ലോകം 51, 52, 53, 54, 55, 56 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 10ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ചതുസിന്ധു ജലാധിപി 4 സമുദ്രങ്ങളിലെ ജലങ്ങൾ കൊണ്ട്, പിന്നെ ഗംഗാ യമുന മുതലായിട്ടുള്ള മഹാനദികളിലെ ജലങ്ങൾ കൊണ്ട് ആ ശ്രീരാമചന്ദ്രനെ ഋഷീശ്വരന്മാര് വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ അതിസുന്ദരനായിട്ട് നല്ല പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് സർവാഭരണഭൂഷിതനായിട്ട് മാല എല്ലാം ധരിച്ച് ഇങ്ങനെ നീലമേഘ ശ്യാമളനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ സഹോദരന്മാരും അതേപോലെ തന്നെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതിസുന്ദരിയായിട്ട് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുള്ള സീതാദേവിയോടും കൂടി അങ്ങനെ ശോഭിച്ചു എന്ന് പറഞ്ഞുല്ലോ കഴിഞ്ഞ ശ്ലോകത്തില്. അതിനുശേഷം എന്താ, ഭരതൻ അപേക്ഷിക്കുകയാണ് ഏട്ടനോട്, 2 നമസ്കാരം ചെയ്യാണ് ഭരതൻ. എന്നിട്ട് പറഞ്ഞു, ആ സിംഹാസനത്തില് ഇരുന്നരുളണേ, അത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞതിനനുസരിച്ചിട്ട് ആ സിംഹാസനത്തിലിരുന്ന് രാജഭരണത്തിന് ആരംഭിക്കണു ശ്രീരാമചന്ദ്രൻ. പ്രജകളെല്ലാം കണ്ണുനീരോട് ആനന്ദ അശ്രുക്കളോട് കൂടിയിട്ട് ആ രംഗം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിതൃക്കള്, മനുഷ്യന്മാര്, വാനരന്മാര്, ഇതെല്ലാം എല്ലാം നിറഞ്ഞൊരു സദസ്സിൽ വെച്ചിട്ടാണ് ആ ശ്രീരാമ പട്ടാഭിഷേകം നടന്നത്. അതിന്റെ മഹിമയാണ് അവർണ്ണനീയമായിട്ടുള്ള ഒരു അവസരം അല്ലെ. രത്നസിംഹാസനത്തിലിരുന്നിട്ട് ദാ ശ്രീരാമചന്ദ്രൻ രാജൻ ഭരിക്കാൻ ആരംഭിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഗംഗണപദയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ശ്ലോകം 51. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഗ്രഹീദാസനം ഭ്രാത്ര പ്രണിപത്യപ്രസാദിത പ്രജാ സ്വധർമ്മനിരതാ വർണ്ണാശ്രമഗുണാന്വിതാഃ ജുഗോപ പിതൃവത് രാമോ വേനിരേ പിതരം ചതം. ഭ്രാത്ര, ഭ്രാതാവിനാൽ, പ്രണിപത്യ പ്രസാദിത, നമസ്കരിച്ച് പ്രാർത്ഥിക്കപ്പെട്ടവനായി, ആസനം അഗ്രഹി, സിംഹാസനത്തെ ഗ്രഹിച്ചു. വർണ്ണാശ്രമ ഗുണാതീത, വർണ്ണാശ്രമ ഗുണങ്ങളോടുകൂടിയവരും, സ്വധർമ്മനിരതാഹ, സ്വധർമ്മങ്ങളിൽ തൽപരന്മാരുമായ പ്രജാഹ, പ്രജകളെ. രാമൻ പിതൃവൽ, പിതാവെന്നതുപോലെ, ജുഗോപ, ഗോപനം ചെയ്തു, തം, അദ്ദേഹത്തെ, പിതരം, പിതാവെന്ന് മേനിരേച്ച, വിചാരിക്കുകയും ചെയ്തു. ആ ഭരതൻ, അനുജനായിട്ടുള്ള ഭരതൻ 2 നമസ്കാരം ചെയ്തു ശ്രീരാമചന്ദ്രനെ. എന്നിട്ട് അപേക്ഷിക്കുകയാണ് രാജസിംഹാസനത്തെ സ്വീകരിക്കണേ എന്ന്. സന്തോഷത്തോടുകൂടി തന്നെ ശ്രീരാമചന്ദ്രൻ ആ രാജസിംഹാസനത്തിൽ ഇരുന്ന് ഭരണം തുടങ്ങി. വർണ്ണാശ്രമങ്ങളോടുകൂടി അവരവരുടെ ധർമ്മങ്ങളെ ഉപേക്ഷിക്കാതെ ഇരിക്കുന്ന പ്രജകളെ പിതാവ് തന്റെ സന്താനങ്ങളെ എന്ന പോലെ സംരക്ഷിച്ചു എന്നാ പറയണത്. ഒരച്ഛൻ എങ്ങനെയാണ് മക്കളെ സംരക്ഷിക്കുക, അതുപോലെ അവരുടെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് പ്രജകളും അത് ശ്രീരാമചന്ദ്രനെ അവരുടെ പിതാവായിട്ട് തന്നെ, ഞങ്ങളുടെ പിതാവ് തന്നെയാണ് അതെ രാമചന്ദ്ര പ്രഭു എന്ന് അവരും വിചാരിച്ചു. ത്രേതായാം വർത്തമാനായാം കാലകൃതസമോ ഭവൽ രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ. രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ.
സർവഭൂത സുഖാവഹേ, സർവഭൂതങ്ങൾക്കും സുഖത്തെ ജനിപ്പിക്കുന്നവനും ധർമ്മജ്ഞേ, ധർമ്മമറിയുന്നവനുമായ രാമേ, രാമൻ. രാജനി, രാജാവായിരിക്കുമ്പോൾ ത്രേതായാം വർത്തമാനായാം, ത്രേതായുഗം പ്രവർത്തിക്കുന്നു എങ്കിലും കാലകൃതസമ അഭവൻ, കാലം കൃതത്തിനു സദൃശ്യമായിട്ട് ഭവിച്ചു. സർവപ്രാണിവർഗത്തിനും പരമസുഖത്തെ ജനിപ്പിക്കുന്നവനും ധർമ്മജ്ഞനുമായ ശ്രീരാമചന്ദ്രൻ രാജാവായിരിക്കുമ്പോൾ ആ സമയത്ത് കാലം ത്രേതായുഗാണ്. എന്നാലും കൃതയുഗം എന്ന പോലെ ധർമ്മത്തിന് ലേശവും കുറവുണ്ടായിരുന്നില്ല എന്ന്. ധർമ്മത്തിനെ ഗോരൂപമായിട്ടാണ് വേദ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. ധർമ്മം ആകുന്ന പശുവിന് ആ കൃതയുഗത്തില് 4 പാദങ്ങളും പൂർണ്ണമായിട്ടുണ്ടാവും. ത്രേതായുഗത്തില് ധർമ്മപശുവിന്റെ ഒരു പാദത്തിന് നാശം ഭവിക്കും. എന്നുവെച്ചാൽ ആ സമയത്ത് ആ ഒരു പാദത്തിന് അതിന്റെ സ്ഥാനത്ത് അധർമ്മാണ് ആക്രമിക്കുക. അപ്പൊ ഒരു പാദം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോ ജനങ്ങളുടെ ഇടയിൽ 3/4 ധർമ്മം ഉണ്ടാവും, 1/4 ഭാഗം അധർമ്മവും ഉണ്ടാവും. എന്നാൽ ശ്രീരാമചന്ദ്രൻ രാജാവായിരിക്കുന്ന ത്രേതായുഗത്തില് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ധർമ്മം പരിപൂർണമായിരുന്നു എന്ന്. അതാണ് ത്രേതായുഗത്തിലാണ് അദ്ദേഹം ഭരിച്ചിരുന്നതെന്ന് വെച്ചാലും ഹൃദയത്തിലെ പോലെ പരിപൂർണമായിട്ടുള്ള ധർമ്മം. അത് കൂടുതൽ നന്നായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പറയണു. വനാനി നദ്യോ ഗിരയോ വർഷാണി ദ്വീപസിന്ധവ സർവേ കാമദുഃഖാസൻ പ്രജാനാം ഭരതർഷഭ നാധിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഃ മൃത്യുശ്ചാനിച്ഛതാമാസിൽ രാമേ രാജന്യഥോക്ഷജേ. വനാനി, വനങ്ങൾ, നദ്യ, നദികൾ, വർഷാണി, ഭൂഖണ്ഡങ്ങൾ, ദ്വീപസിന്ധവ, ദ്വീപങ്ങളും സമുദ്രങ്ങളും, സർവേ, എല്ലാം, ജനാനാം, ജനങ്ങളുടെ കാമദുഃഖ ആഗ്രഹങ്ങളെ വർഷിക്കുന്നവരായിട്ട് ആസൻ ഭവിച്ചു. ഗ്ലാനി, വാട്ടം, ക്ലമ, ക്ഷീണങ്ങള്, അനിച്ഛതാം, ഇച്ഛിക്കാത്തവർക്ക്, മൃത്യുച്ച, മരണവും നാസിലുണ്ടായില്ല. അധോക്ഷജേ, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന രാമേ, രാമൻ, രാജനി, രാജാവായിരിക്കും. ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ആദിവ്യാധികളൊന്നും ആർക്കുമില്ല. വേണ്ട കാലത്തിലൊക്കെ വർഷിക്കും. ഋതുഗുണങ്ങളൊക്കെ പൂർണ്ണമായി, ദേവപിതൃകോപങ്ങളൊന്നും ഇല്ലാണ്ടായി. മരിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ മരിക്കുള്ളൂ എന്ന് ജനങ്ങള്. അസത്യവും അധർമ്മവും രാമരാജ്യത്തിൽ ഉണ്ടായിരുന്നേയില്ല. പ്രജാവത്സലനായ രാമചന്ദ്രൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ വനങ്ങളും നദികളും പർവ്വതങ്ങളും വർഷങ്ങളും ദ്വീപുകളും സമുദ്രങ്ങളും പ്രജകളുടെ അഭീഷ്ടങ്ങളെ വർഷിക്കുന്നവരാണ്. എന്താ അവര് ആഗ്രഹിക്കണേ അതൊക്കെ അങ്ങനെ വർഷിച്ചു കൊടുക്കും. അതാണ് പ്രജകൾക്ക് ഇതൊന്നുമില്ല. ആദിവ്യാധി, ജര, ക്ഷീണം, ദുഃഖം, ശോകം, ഭയം, തളർച്ച ഒന്നുമില്ല. എല്ലാവർക്കും പരമസുഖം. ആർക്കും ജരയില്ല. എല്ലാവരും യുവാക്കളായിരുന്നു എന്നാ പറയുന്നത്. മരണഭയം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഏകപത്നീ വ്രതധരോ രാജർഷി ചരിതശുചി സ്വധർമ്മം ഗൃഹമേധീയം ശിക്ഷയൻ സ്വയമാചരത് പ്രേംണാനുവൃത്യാശീലേന പ്രശ്രയാവനതാ സതി ധിയാ ക്രിയാച ഭാവജ്ഞാ ഭർത്തു സീതാകരന്മന. ഏകപത്നീ വ്രതധര, ഒരു ഭാര്യയെ മാത്രം സ്വീകരിക്കുക എന്ന വ്രതമുള്ളവൻ. രാജർഷി ചരിത, രാജാവാണെങ്കിലും ഋഷിയെപ്പോലെ ആചാരമുള്ളവൻ. ശുചി, നിർമ്മലൻ. ഗൃഹമേധീയം, ഗൃഹസ്ഥാശ്രമത്തെ സംബന്ധിക്കുന്നതായ. സ്വധർമ്മം, സ്വധർമ്മത്തെ. ശിക്ഷയൻ, അഭ്യസിപ്പിക്കുന്നവൻ. സ്വയം ആചരൽ, സ്വയം അനുഷ്ഠിച്ചു. പ്രേമണ, പ്രേമം കൊണ്ടും. അനുവൃത്യ, അനുസരണ കൊണ്ടും. ശീലേന, സ്വഭാവ ഗുണം കൊണ്ടും. പ്രശ്രയാവനത, അടക്കവും താഴ്മയുമുള്ളവളും. സതി, പതിവ്രതയുമായ സീത. ധിയ, ബുദ്ധിശക്തി കൊണ്ടും. ഹ്രിയ, ലജ്ജയോടും കൂടിയവളും. ഭാവജ്ഞ, ഇംഗിതത്തെ അറിയുന്നവളുമായിട്ട്. ഭർത്തും, ഭർത്താവിന്റെ. മനസ്സിനെ ആഹരൽ, ധരിച്ചു. ഒരു പത്നിയെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന വ്രതത്തെ ധരിച്ചിരുന്നു. അങ്ങനെയായിരുന്നു ശ്രീരാമചന്ദ്രൻ. ഏകപത്നി വ്രതം. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്ര പ്രഭു രാജർഷികളുടെ മാതൃകാ പുരുഷനായിരുന്നു. രാഗ ലോഭാദികൾ ഒന്നും, ആ ദോഷങ്ങളൊന്നും അദ്ദേഹത്തിന് തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. അതുകൊണ്ട് പരിശുദ്ധൻ, അത്രയും പരിശുദ്ധനായിട്ടുള്ള രാജാവായിരുന്നു അദ്ദേഹം. ഗൃഹസ്ഥാശ്രമികള് അനുഷ്ഠിക്കേണ്ട ധർമ്മം ജനങ്ങളെ അഭ്യസിക്കാൻ വേണ്ടി
നാനാധർമ്മങ്ങള് പരിപൂർണമായിട്ട് വിധിപ്രകാരം അനുഷ്ഠിച്ചു. അദ്ദേഹം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു ജനങ്ങൾക്ക് എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമികള് അനുഷ്ഠിക്കേണ്ടത്, ധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്ന്. വിനയത്തോടും അതേപോലെ തന്നെയായിരുന്നു സീതാദേവി. അതാ പറയണത്, വിനയത്തോടും അടക്കത്തോടും കൂടിയ പതിവ്രതയായ സീതാദേവി പരിശുദ്ധ പ്രേമം, അനുസരണ, ശോഭന സ്വഭാവം, നിശിതമായ ബുദ്ധിശക്തി, ഭൂഷണയായ ലജ്ജ, പറയാതെ തന്നെ ഭർത്താവിന്റെ അഭീഷ്ടത്തെ അറിയാനുള്ള ആ സമാചരണം, ഇങ്ങനെയൊക്കെയുള്ള ശ്രേഷ്ഠ ഗുണങ്ങളാൽ ശ്രീരാമചന്ദ്രന്റെ മനസ്സിനെ ഏറ്റവും ആനന്ദിപ്പിച്ചു. അത്രയും ഉത്തമ പത്നി തന്നെയായിരുന്നു സീതാദേവി എന്ന് പറയുന്നു. അങ്ങനെയുള്ള സീതാദേവിയെ പിന്നെ ശ്രീരാമചന്ദ്രനെ ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ അല്ലേ? ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ദശമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 10ാമത്തെ അധ്യായം ശ്രീരാമചന്ദ്രന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.